ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നും ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ ഉണ്ടാക്കുന്നത് എഗ്ഗ് ചപ്പാത്തിയാണ്. അപ്പോൾ ഞാൻ ചില സമയങ്ങളിൽ ഒരു ചപ്പാത്തിക്ക് ഒരു മുട്ട എന്ന രീതിയിലെടുക്കും. ഇതിപ്പം ഞാൻ ഇത്തിരി സവാള അരിഞ്ഞ് 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ഇപ്പോൾ ഒരു 3-4 ചപ്പാത്തിക്ക് വേണ്ടി ഇത് കുറേശ്ശെ ഒഴിക്കുന്നുള്ളൂ. അപ്പം ഇതിവിടെ ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഇത് രാവിലെ ഉണ്ടാക്കിയിട്ട് പ്രൈസ് നല്ല അയ്യാന്ന് പറഞ്ഞ് തിന്നു. ഞാൻ പറഞ്ഞു ഇത് ഞാൻ പിന്നെ നിനക്ക് ടിഫിൻ തന്നു വിട്ടാൽ എന്താടാ കഴിക്കാത്തത്. അന്നേരം ഞാൻ ഇന്നലെ പറഞ്ഞ സംഭവം തന്നെ. അത് അടുത്തിരിക്കുന്ന കൊച്ചിന് അവൾ ചോദിക്കും നോൺ വെജാണോ വെജാണോ എന്ന്. അതുകൊണ്ട് പേടിച്ചു കൊണ്ടുപോകത്തെ കേട്ടോ. അങ്ങനെ ഞാനിതുണ്ടാക്കട്ടെ എല്ലാവർക്കും. ഇപ്പം ഇങ്ങനെ ഇതിൻ്റെ മുകളിലോട്ട് കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചിട്ട് തിരിച്ചിട്ട് ഇച്ചിരി ഓയിലൊക്കെ തേക്കുമ്പം നല്ല റോൾ ചെയ്ത് പിന്നെ അങ്ങ് കഴിച്ചാൽ മതി. എനിക്ക് പക്ഷേ ഈ എഗ്ഗ് ഇട്ടുണ്ടാക്കുന്നതിനേക്കാൾ ഇഷ്ടം പീനട്ട് തേച്ച് കഴിക്കുന്നതാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് അവിടെ ഇരുന്നുണ്ടേ കാണാൻ സൗണ്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ നോക്കിയണ്ടേ അപ്പോൾ ഈ കൊതുകിന് മരുന്നടിക്കുന്നതാണ്. ഇതൊരങ്ങൊരു മണ്ണെണ്ണയുടെ സ്മെല്ല. ഇങ്ങനെ മേളി 4th ഫ്ലോർ വരെ പുക ഇങ്ങനെ കയറും. കാണാൻ രസമാണ്, ഇങ്ങനെ കാർമേഘം പോലെ പുക പൊങ്ങി വരുന്നത്. ഞാൻ ഇന്നുണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ മെഴുക്ക് പുരട്ടിയാണ്. ഇങ്ങനെ ഇതുപോലെ ഇതും കൊണ്ട് ആരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം അത് ഞാനൊന്ന് അരിഞ്ഞ് വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ചട്ടി ഞാൻ എണ്ണ തേച്ച് വെച്ചിട്ട് പിന്നെ ഇന്നലെ എന്നോട് ആൻറ്റി പറഞ്ഞ്, ആൻറ്റി എനിക്ക് കൊണ്ടുവരാനിരുന്നത് ഇതിനേക്കാൾ വലിയൊരു ചട്ടിയായിരുന്നു. അത് ഇന്നലെ എന്നെ കാണിച്ച്. അപ്പോൾ അത് കൊണ്ടുവന്ന വഴിക്ക് ഇവിടെ വക്കൊരിച്ചിരി ഒന്ന് ഇങ്ങനെ പൊട്ടുമല്ല ചെയ്തത്, ഇളകി. അപ്പോൾ ആൻറ്റിക്ക് അത് തരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എനിക്കിത് തന്നെ. അപ്പോൾ ആൻറ്റിയും ചെയ്തത് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ട് കഞ്ഞിവെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ട് എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ട് ഇച്ചിരി പച്ചരി ഇങ്ങനെ വേവിച്ചെന്ന്. ഇതിപ്പം ഞാൻ ഉപയോഗിക്കാൻ എടുക്കുന്നില്ല, നോക്കട്ടെ. അപ്പം വെള്ളരി ആകുമ്പോൾ നമുക്കറിയാമല്ലോ ഇതിൻ്റെ അകത്ത് അങ്ങനെ കറുത്ത കളറ് വരുന്നോ. എന്നാൽ കറുത്ത കളറൊന്നുമില്ല. ഇനി നമുക്ക് ചെറുതായിട്ട് മീൻകറി വല്ലതുമൊക്കെ വെക്കാം. ഇതെന്തുവാണോ സാധനം? നമ്മുടെ മധുരക്കിഴങ്ങാണ്. അപ്പോൾ മധുരക്കിഴങ്ങ് ഞാൻ സാധാരണ ഇപ്പം ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് അങ്ങ് വെള്ളത്തിലങ്ങ് അരിഞ്ഞിട്ട്, അപ്പോൾ അത് കറുക്കത്തില്ല. അല്ലെങ്കിൽ അതൊന്ന് നമ്മൾ ചെത്തുമ്പോഴേ അത് കറുക്കുമല്ലേ. അതിങ്ങനെ ഞാനിങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ട് കഴുകി വാരിയെടുത്ത് നമ്മൾ സെയിം ഉരുളൻകിഴങ്ങ് ഞാനിങ്ങനെ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് സ്വല്പം വെള്ളം ഒഴിച്ച് വേവിക്കത്തില്ലേ, അതുപോലെ വേവിച്ചിട്ട് ബാക്കി സെയിം ചെയ്യുന്നത് പോലെ. പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അല്ലാതെ ചെയ്യുന്ന പോലെ നമ്മൾ ബോയിൽ ചെയ്യാൻ വട്ടത്തി ഞാൻ പറഞ്ഞില്ലേ തൊലിയോടുകൂടി വട്ടത്തി അരിഞ്ഞ് പുഴുങ്ങുന്നയാ അതിൻ്റെ ഗുണങ്ങൾ നിന്നാൾ ഞാൻ ഒരു ഇതിൽ കണ്ടെന്ന്. അങ്ങനെ വട്ടത്തിലരിഞ്ഞിട്ട് നന്നായി വെന്ത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് അത് തണുത്ത് കഴിഞ്ഞ് തൊലി കളഞ്ഞിട്ട് ചെറിയ പീസുകളാക്കി ചട്ടിക്കകത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് ഉള്ളിയൊക്കെ ചതച്ചിട്ട് ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ആ കട്ട് ചെയ്ത് സ്വീറ്റ് പൊട്ടറ്റോ ഇട്ട് കൊടുത്താലും മതി. ഞാൻ ഇന്ന് ചെയ്തത് ഈ രീതിയിലാണ് ചെയ്തത്. പക്ഷേ അതിൽ ഇടയ്ക്കൊരിച്ചിരി വേവിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. ചിലത് ഇത്തിരി വേകാതെ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം അവൻ കഴിച്ചിട്ട് പറഞ്ഞ് ഇത് ഇത്തിരിയും കൂടെ നന്നായിട്ട് വേവണമായിരുന്നെന്ന്. അല്ലാതെ ആ വട്ടത്തിൽ കണ്ടിച്ചിട്ട് നന്നായി ബോയിൽ ചെയ്തിട്ട് ചെയ്യുമായിരുന്നേലും നല്ലതായിരുന്നു. നീ കുക്കറിൽ ഒരു വിസിലടിച്ചുവോ അങ്ങനെ കാണാം. ഇത് ചിലത് നല്ലതല്ലായിരുന്നു. അതുകൊണ്ടുള്ള ഒരു ഇങ്ങനെ ചിലത് നന്നായിട്ട് വെന്ത് ചിലത് വെന്തില്ല, അങ്ങനെ ഒരു ഇത് വന്നു. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി കടുകും ഇച്ചിരി ഉഴുന്ന് വരും, കറിവേപ്പില, വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ചതച്ചിടുന്ന ഏറ്റവും നല്ലത്. ഇപ്പം എൻ്റെ കയ്യിൽ വറ്റൽമുളകില്ല. വറ്റൽമുളകും കൊച്ചുള്ളിയൊക്കെ ചതച്ചിട്ടൊന്ന് വഴറ്റിയാൽ കുറേ കൂടെ നല്ലതാണ്. വെളുത്തുള്ളി ചതച്ചത്, ഒരു സവാള,
ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് ഇട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾ ഇച്ചിരി ഇട്ടെങ്കിലും ഒരു ഇച്ചിരിയും കൂടെ മഞ്ഞളൂടെ ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. ഞാൻ 1-2 പീസ് എടുത്ത് തിന്ന് നോക്കിയാണേ അതെല്ലാം നന്നായിട്ട് വെന്തതായിരുന്നു. ഏതോ ഒരു കുഞ്ഞു കഷ്ണത്തിൻ്റെ 1-2 പീസ് 2-3 പീസുകളിടയ്ക്ക് ഇച്ചിരി വേകാതെ, ഇച്ചിരി ഒന്ന് വെന്ത് എന്നാലും അധികം വേകാതെ കല്ലിക്കൊത്തനായിട്ട് കിടന്ന്, അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമേ ഉള്ളായിരുന്നു. ഇപ്പം ഇച്ചിരി മധുരം ആയതുകൊണ്ട് ഇച്ചിരി മുളകൊക്കെ പച്ചമുളകൊക്കെ ഇട്ടാൽ നല്ലതാണ് കേട്ടോ. ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ട് പറയാം ഇവിടുത്തെ അഭിപ്രായം എങ്ങനെ ഉണ്ടായിരുന്നു. എനിക്കൊക്കെ ഇഷ്ടപ്പെടും, പക്ഷേ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടേ. എനിക്ക് ഇത് കൂട്ടി ചോറുണ്ണാൻ നല്ലതായിരുന്നു. ചപ്പാത്തിയൊക്കെ നല്ലത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിരുന്നു. ഇച്ചിരി മുളകൊക്കെ നന്നായിട്ട് എരിവിടുക നല്ലതാണ്. ഇപ്പോൾ ഈ റീച്ചാൻ്റെ കൂട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇഷ്ടപ്പെടത്തില്ല. റീച്ചാൻ ഈ മത്തങ്ങ അങ്ങനെയുള്ള ഇച്ചിരി ഈ ലേശം മധുരമുള്ള സാധനങ്ങളൊന്നും ഇഷ്ടമല്ല അല്ലേ, അങ്ങനെയുള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇപ്പോൾ തുണികളൊക്കെ ആയി, അതൊക്കെ ഇനി ഒന്ന് വിരിച്ചിടട്ടെ. എന്തോ പൊട്ടറ്റോ? പിന്നെ പൊട്ടറ്റോയാ അത്, ഇച്ചിരി കൂടെ വേവണമായിരുന്നു. ഡാഡിക്ക് തോന്നി പൊട്ടറ്റോ ആന്നില്ലേ? അത് ഇടയ്ക്ക് ഉഴുന്ന് പരിപ്പ് ഉടുദാൽ സ്വീറ്റ് പൊട്ടറ്റോ എവിടെയോ? പൊട്ടറ്റോയ്ക്ക് സ്വീറ്റ് വരും ചേടാ. അതൊന്നുകൂടെ വേവണമായിരുന്നു. അങ്ങ് തിന്നാ മതി, ഗുണമുള്ളതൊന്നും തിന്നണ്ട. പോള് പറയവാ ഇതെന്തുവാ കൂട്ടാൻ? ഞാൻ പറയും പൊട്ടറ്റോ. പൊട്ടറ്റോ അല്ല, ഇച്ചിരി കട്ടിയായിട്ടിരിക്കുവന്ന, ഇച്ചിരി കൂടെ വേവണം വരുന്നെന്തോ അല്ലെന്ന് ഡാഡിക്ക് മനസ്സിലായി. ഇവൻ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് പൊക്കി നോക്കി. ഇവൻ വരുന്ന ഉടനെ അടുക്കളയിലോട്ട് വന്നു എല്ലാം പൊക്കി നോക്കും. പൊക്കി നോക്കിയുടനെ സെയിം ഉരുളൻകിഴങ്ങ് മെഴുക്കോട്ടി പോലെ ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് ചപ്പാത്തി മതിയെന്ന്. ചില ദിവസം വന്ന് പറയും എനിക്ക് ചോറ് മതിയെന്ന്. അപ്പോൾ ചപ്പാത്തി മതിയെന്ന് പറഞ്ഞു. അപ്പോൾ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് ഒരു കഷ്ണത്തിൻ്റെ എങ്ങാണ്ട് ഇത്തിരി ഇടയ്ക്ക് ഒരു കടി കൊള്ളുമ്പോൾ ഒരു ഇല്ലാത്ത ഇതുണ്ടെന്ന്. അവൻ കഴിച്ചിട്ട് വെച്ച് ഇത് പൊട്ടറ്റോ അല്ലെന്ന് പറയാൻ തറ തട്ടായിരുന്നു. പക്ഷേ പാവം ഡാഡിക്ക് മനസ്സിലായില്ലേ. ഡാഡി അപ്പോൾ അതിൻ്റെ അടുത്ത് ഉഴുന്നുപരിപ്പ് ഇട്ട്. എന്നാൽ ഡാഡി പറഞ്ഞു ഉഴുന്നുപരിപ്പല്ല, വേറെ എന്തെങ്ങാണ്ട് സ്വീറ്റ് പൊട്ടറ്റോടെ അല്ലെന്നാണ് ഡാഡി പറഞ്ഞത്. പക്ഷേ ഇവൻ കണ്ടുപിടിച്ചെന്നുള്ളതാണ്.
പക്ഷേ ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അവനങ്ങ് കുറേ കൊടുത്തന്ന്. സ്വീറ്റ് പൊട്ടറ്റോ ഇപ്പോൾ എല്ലാ ഡോക്ടർമാരും പറയുന്നത് നല്ലതാണ്, ശരീരത്തിന് നല്ല. അതുകൊണ്ട് ഞാനങ്ങ് പൊട്ടറ്റോ ഉരുളക്കിഴങ്ങിനേക്കായി ഇത് നല്ലതല്ലേ, അതുകൊണ്ടങ്ങ് കൊടുത്ത്. അവൻ പറഞ്ഞു എനിക്കിത് വേണ്ട, എനിക്ക് സോസ് തരാം. ഞാൻ പറഞ്ഞ് ഗുണമുള്ളതാണ് കഴിക്കാൻ പറഞ്ഞു. പക്ഷേ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതായിരുന്നു. രാത്രി ഞാൻ ചോദിച്ചു വേണമെന്ന്, രാത്രി 2 പേടത്തും ചോദിച്ചു, ഡാഡിയത്തും പോളിൻ്റെ അടുത്തും ചോദിച്ചാണേ തരാൻ പറഞ്ഞു. ഞാനും പ്രൈസനോടെ വൈകിട്ട് നടക്കാൻ പോയി. അപ്പം ഈ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയും, അങ്ങനെ വലിയ ഗ്രൗണ്ടല്ലേ, അതിന് ക്രിക്കറ്റ് കളിച്ച് ടീം ജയിച്ചതിൻ്റെ കൂക്കലും ബഹളമായിരുന്നു. നടക്കുന്നവരുടെ അതായത് സൂക്ഷിച്ച് വേണം ഇതിലെ നടക്കും. ഇവന്മാർ ഈ ബോൾ എറിയുമ്പോൾ ഒരു ലെവലില്ലാതെ ബോൾ അടിക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ അരമണിക്കൂർ നടന്നിട്ട് പിന്നെ ഫ്രൂട്ട്സ് വാങ്ങിക്കാനായിട്ട് താഴെ പോകാമെന്ന് പറഞ്ഞു. കാരണം ഈ പോൾ രാവിലെ ചിലപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകും. അപ്പോൾ അവന് വല്ല ഫ്രൂട്ട്സും കൊടുത്തു വിടാമെന്നും പറഞ്ഞു. ഇന്നലെ ഞാനും കൊച്ചും ഒരു 1.5 മണിക്കൂർ നടന്ന്, ഇവിടുന്ന് നടന്നിട്ട് പിന്നെ താഴെ പോയി ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് വന്നോടനെ ഒരു സ്വന്തം എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചതാണ് ജ്യൂസ്. പിന്നെ അവനൊരു ജ്യൂസും വാങ്ങിച്ചു കൊടുത്ത്. डेढ़ कितना बोला? 100 ये 1.5 हुआ। नहीं 2 नहीं चाहिए। खरबूजा आज ही खा लेगा, मीठा नहीं है तो मैं कल लेके आएगा इधर। ഇതിവിടെ ഇവന്മാർക്കൊന്നും ഇഷ്ടമല്ല. ഞാനങ്ങ് വാങ്ങിച്ചെന്നു. ഇവൻ പറഞ്ഞു നല്ല മധുരമാണ്. ഞാൻ പറഞ്ഞു മധുരം അല്ലെങ്കിൽ നാളെ ഞാനിങ്ങ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പക്ഷേ നല്ല മധുരമായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് അതും വാങ്ങിച്ചിട്ട് മേപ്പോട്ട് വന്ന് ഇവിടെ ഈ വണ്ടിയിൽ പേരയ്ക്ക കിലോ 120 രൂപ. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരെണ്ണം നല്ലതല്ല, ചുമന്നയാ, അകം അങ്ങ് പൊങ്ങ് പോലെ ഇരിക്കുന്നതായിരുന്നു, അധികം മധുരം ഇല്ലായിരുന്നു അതിന്. അപ്പോൾ 1 കിലോ ഇവിടെ ഫോട്ടോഗ്രാഫർ പ്രൈസനാ, അതാ തലയും വാലും വരുന്നത്. അവൻ്റെ കയ്യിൽ മൊബൈൽ വെച്ചിട്ട് അവൻ വേറെ എവിടെയെങ്കിലും ഒക്കെ നോക്കും. അപ്പോൾ അത് കിടന്ന് ഇതേലോട്ട് തന്നെ അവൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യത്തില്ല. അവൻ വേറെ ഓരോരുത്തടുത്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ നോക്കുന്നത്. അപ്പം കൈ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിപ്പോവും. പിന്നെ ഞാൻ ഗ്രേപ്സ് വാങ്ങിച്ചു. ഇവിടൊക്കെ നല്ല വിലയാന്നുള്ളയാ. ഗ്രേപ്സിന് 130-40 പറഞ്ഞേ. നമ്മളിപ്പോൾ അങ്ങ് അകത്ത് മാർക്കറ്റിലോട്ട് പോകുകയാണെങ്കിൽ ഇത്രയൊന്നും ഇല്ല കേട്ടോ. പിന്നെ എന്തോലും വാങ്ങിക്കണമെന്ന് പറഞ്ഞ് വാങ്ങിച്ച. പിന്നെ ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് അതിന് മുമ്പിട്ടേ ഞാൻ ജ്യൂസ് വാങ്ങിച്ചു കൊടുത്ത്. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.